ഹലോ ഗൈസ്, അപ്പൊ ഇനി നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണോ. ചെറിയനാണ് ഓളെ പേര്. ഞാനും ഇതും പാടെ ഓളെ വീട്ടിൽ പോകുന്നത്. ഇതുകൊണ്ട് വീട് വണ്ടൂര് കുറ്റിയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ വണ്ടിക്ക് ബസ് കയറി പോയി. അവിടെ ഉണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ രണ്ടാളും പറഞ്ഞ് നേരെ ചെറിന്റെ വീട്ടിൽ ബസ് കയറി. ബസ് കേട്ടും കുറച്ച് നടക്കാണ്ടായിട്ട് ഓള് ഇതുകൊണ്ട് പുതിയ ചെരുപ്പ് കണ്ടോളി അവിടെ കാട്ട് പുതിയ ചെരുപ്പ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ കണ്ടത് ഋതുവിന്റെ വെച്ചേൽപ്പിച്ചോ. ഋതു വലിയ ആളായതുകൊണ്ട് ഓക്ക് ചെറിന്റെ വീട്ടിൽ വജ്ജറിയാണ്ട് കൊണ്ടുപോയതാട്ടോ. നേരെ കൊണ്ടുപോയി വഴി തെറ്റിച്ച്. പിന്നെ അതിന്റെ അപ്പുറത്തന്നെ വേറെ വജ്ജുണ്ട്. എനിക്ക് വഴി അറിയില്ല. പോണത് ഷെറിന്റെ വീട്ടിലാണ്. വഴി അറിയില്ല. അങ്ങനെ പിന്നെ ഓളെ വീടെത്തി. വന്നപ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടോ. അങ്ങനെ പിന്നെ വെള്ളം കുടിച്ച് നമ്മൾ നേരെ ചുറ്റെടുക്കാൻ വർത്തനം പറഞ്ഞു തുടങ്ങി. എന്നോട് ഒരു കുളം ഉണ്ട് പറഞ്ഞോള്. അപ്പൊ പിന്നെ കാണാൻ പോയി ഞങ്ങള്. ഇവിടെയാണെങ്കിൽ ഈ കുളത്തിന് നടുവിലിട്ടൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അങ്ങനെ ടയറുണ്ടല്ലോ ഊഞ്ഞാല്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വിടാ ഈ സ്ഥലം. ആ നീന്തണത്തോളം അപ്പപ്പാന്റെ കുട്ടിയാണ് കേട്ടോ. നീന്തണേ എടുക്കും എന്നെ വയറലാക്കണ ഞങ്ങളെ കേട്ടോ. നമുക്ക് നേടിയാലോ പറയല്ലേ. വെട്ടി മയമത്തൊക്കെ വെട്ടി ഞങ്ങളാണ് അങ്ങോട്ട് ആക്കിയത്. അതാ ഇതാണെങ്കിൽ ഇവനോട് മീൻ പൊടിച്ചിട്ട് വെച്ച് എന്നിട്ട് മീൻ പൊടിച്ചെടുക്കാൻ കേട്ടോ കാണുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നപ്പോൾ ഓണം അവിടെ ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഇതാണ് നമ്മളെ ഋതു എടുക്കണ കണ്ടാണ് ക്യൂട്ട്നെസ് ഉണ്ടാണ്. ഇപ്പൊ അതിന് ചെറിയ ഇവിടെ ഒരു മീനുണ്ട്, വലിയൊരു മീനാണ്. കടുത്തിട്ടാണ് കൊണ്ടുപോകട്ടെ. ഞങ്ങളെ പേരെന്നറിയില്ല മീനിട്ടത്. പിന്നെ ആന പറഞ്ഞത് മുജ്ജാണ്. പിന്നെ നാളത്തെ ഋതു ഇതിനോട് മീൻ പിടിച്ച് താറിട്ടോ. ഓണ്ട് ഇപ്പൊ ഇങ്ങനെ മീൻ കൊണ്ട് വരുന്നത്. ഓനക്ക് മീൻ കൊണ്ടുവന്നു. മീൻ പിടിച്ചാ പറഞ്ഞ ഇങ്ങനെ കൊണ്ടുവന്നത്. എടാ ചാവൂടാ, കുറച്ച് വെള്ളം കൊടുക്കടാ അതിന്. എടി വെള്ളത്തിലിടോ. എടാ എടാ വെള്ളത്തിൽ കൊണ്ടുപോടാ. അപ്പൊ മരിച്ചത്. എടാ എടാ വേഗം കൊടുക്കടാ വെള്ളം. ഒരു പാട്ട് കൊണ്ടുവരാടി. ആ കുട്ടിയൊക്കെ അവന്റെ ഹാർഡ് വർക്ക് ഒക്കെ ഇവിടെ ഇവിടുത്തെ ഷോക്കേസ് മൊത്തം ഓളന്നെയാണ്. പിന്നെ എന്റെ ഓളം ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കണേ. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിയും അങ്ങനെ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓളമ്മച്ചി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഓളന്മാരുടെ ഫുഡൊക്കെ അടിപൊളി ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആയി. പിന്നെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും അങ്ങനെ കുറെ എടുത്തുവെച്ച്. അത് പിന്നെ നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ബസ് കയറി നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, കമന്റ് ആക്കാം. അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും.